അതിന്റെ വേഗം കുറച്ച് കൊണ്ടുവരുന്ന പ്രോസസ്സിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. രാത്രി സമയമാണ് പസഫിക്കിൽ നോക്കുക. അമേരിക്കയിൽ കാലിഫോർണിയയിലെ സാന്റിയാഗോ തീരത്താണ് ഈ പേടകം വന്നിറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ രാത്രി സമയമാണ്. പുലർച്ചെ 2 മണിക്ക് ശേഷമുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇരുട്ട് ഫീൽ ചെയ്യുന്നത്. പകൽ സമയത്തല്ല, ഇന്ത്യൻ സമയത്ത് മാത്രമാണ്. നമുക്കിവിടെ പകലാകുമ്പോൾ അവിടെ രാത്രിയാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ആ ദൃശ്യം അങ്ങനെ ലഭിക്കുന്നത്. നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കേണ്ടതുണ്ട്. തത്സമയ സംപ്രേഷണം അത് തുടരുകയാണ്. അത് 5 കിലോമീറ്റർ മാത്രം അകലെ. യെസ്, ഇതാണ് പാരച്യൂട്ടുകൾ. 2 പാരച്യൂട്ടുകൾ നേരത്തെ സൂചിപ്പിച്ചു. 2 പാരച്യൂട്ടുകൾ ആദ്യം വിന്യസിക്കും. അത് സംഭവിച്ചിരിക്കുന്നു. വേഗം ഇനിയും കുറയണം. 4 കിലോമീറ്റർ പെർ അവർ എന്ന രീതിയിലേക്ക് വേഗം കുറഞ്ഞിരിക്കുന്നു. 3.5 വെറും 3.4 കിലോമീറ്റർ എന്ന വേഗത്തിലേക്ക് എന്ന ദൂരത്തിലേക്ക് വന്നിരിക്കുന്നു. 207 കിലോമീറ്റർ പെർ അവർ എന്ന വേഗത്തിലേക്ക് നമ്മുടെ പേടകം വന്നിരിക്കുന്നു. ഇനി കേവലം ബാക്കിയുള്ളത് 2.5 കിലോമീറ്റേഴ്സ് അവേ ഫ്രം എർത്ത്. ഭൂമിയിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം മുകളിൽ നമുക്ക് പേടകത്തെ കാണാതെ താഴേക്ക് പതിക്കുന്ന പേടകം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണിത്. ഒരു 2 പാരച്യൂട്ടുകളിൽ തൂങ്ങി നമ്മുടെ പേടകം, നമ്മുടെ ഗ്രേസ് എന്ന് പറയുന്ന ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് പതിക്കുന്നു. അവിടെ പസഫിക് സമുദ്രത്തിലേക്ക് പതിക്കാൻ പോകുന്നു. ഇപ്പോൾ 1.6 കിലോമീറ്റർ മാത്രം അകലെ അടുത്ത പാരച്യൂട്ടുകൾ കൂടി ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. നമുക്ക് കാണാം ദൃശ്യത്തിൽ 4 പാരച്യൂട്ടുകൾ ഇപ്പോൾ വിടർന്നിരിക്കുന്നു. അങ്ങനെ കൂടുതൽ വേഗം കുറയ്ക്കാനുള്ള ആ ശ്രമം അത് ഫലം കാണുന്നു. വെറും 27 കിലോമീറ്റർ പെർ അവർ എന്ന വേഗത്തിലേക്ക്. ഓർക്കുക, 22,000 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു വേഗം. അതിലേക്ക് നിന്നും ഇപ്പോൾ വെറും 25 കിലോമീറ്റർ പെർ അവർ എന്ന വേഗത്തിലേക്ക്, ഏറ്റവും കുറഞ്ഞ വേഗത്തിലേക്ക് ഈ പേടകത്തെ എത്തിച്ചിരിക്കുന്നു. ശാസ്ത്രത്തിന്റെ ഒരു അത്ഭുതം അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഭൗമാന്തരീക്ഷത്തിലേക്ക് എത്രയും വേഗത്തിൽ വന്നെങ്കിലും അതിനെ വേഗം കുറച്ചു കൊണ്ടുവരാൻ നമ്മുടെ പാരച്യൂട്ടുകൾക്ക് കഴിഞ്ഞിരിക്കുന്നു. വെറും 28 കിലോമീറ്റർ പെർ അവർ എന്ന വേഗത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി കേവലം 1 കിലോമീറ്റർ മാത്രമാണ് ഭൂമിയിൽ നിന്നുള്ള ഇതിന്റെ അകലം എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി വീണ്ടും താഴേക്ക് വളരെ സോഫ്റ്റായി അത് വന്ന് ആ സോഫ്റ്റ് ലാൻഡിംഗിൽ സോഫ്റ്റ് സ്പ്ലാഷ് ഡൗൺ സംഭവിക്കണം. അതിനായുള്ള കാത്തിരിപ്പിലാണ്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ചെറു ബോട്ടിൽ അവിടെ സ്പേസ് എക്സിന്റെയും നാസയുടെയും ഒപ്പം ആക്സിം സ്പേസിന്റെയും വിദഗ്ധർ കാത്തിരിക്കുന്നുണ്ട് ഈ പേടകത്തെ വീണ്ടെടുക്കാൻ, റിക്കവർ ചെയ്യാൻ. ഈ പേടകത്തിൽ ഇപ്പോഴും നമ്മുടെ മറ്റൊരു ദൃശ്യം കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ ശുഭാംശുവിന്റെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ഒക്കെ കാണാം. അവർ അഭിവാദ്യം ചെയ്യുകയാണ്. മടങ്ങി വരുന്ന ശുഭാംശു ശുക്ലയ്ക്ക് അവിടെ അഭിവാദ്യം അർപ്പിക്കുന്ന ശുഭാംശുവിന്റെ അമ്മയെയും അച്ഛനെയും ഭാര്യയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അഭിമാന മുഹൂർത്തം. ഇന്ത്യക്ക് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിൽ പോയി മടങ്ങി ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാ കേവലം 500 മീറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. വെറും 500 മീറ്റർ മാത്രം മുകളിൽ, ഭൂമിക്ക് മുകളിൽ 500 മീറ്റർ മാത്രം മുകളിലാണിപ്പോൾ നമ്മുടെ ഡ്രാഗൺ പേടകമുള്ളത്. ഇനിയുള്ളത് സ്പ്ലാഷ് ഡൗൺ സംഭവിക്കണം. അതിനായുള്ള കാത്തിരിപ്പിലാണ്. വിവിധ ഇടങ്ങളിൽ നിന്നും ഇത് തത്സമയം വീക്ഷിക്കുന്ന പ്രേക്ഷകർ, ഒപ്പം തന്നെ ശുഭാംശുവിന്റെ ബന്ധുക്കൾ, അവരെല്ലാം തന്നെ വളരെ ഹാപ്പിയാണ്. വളരെ ആഹ്ലാദത്തോടു കൂടി അവർ ഈ തത്സമയ സംപ്രേഷണം കാണുകയാണ്. 400 മീറ്റർ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചിരിക്കുന്നു. താഴെ പസഫിക് സമുദ്രത്തിലേക്ക് നമ്മുടെ പേടകം വന്ന് ഇറങ്ങിയിരിക്കുന്നു. വളരെ സോഫ്റ്റായി ആ സമുദ്രത്തിലേക്ക് പതിച്ചിരിക്കുകയാണ് നമ്മുടെ പേടകം. ഇനി എത്രയും പെട്ടെന്ന് മിനിറ്റുകൾക്കകം അവിടത്തെ കുതിച്ച് വരുന്ന നമ്മുടെ വിദഗ്ധർ അവരുടെ ചെറു ബോട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുകയും ഈ പേടകത്തെ റിക്കവർ ചെയ്യുകയും ചെയ്യും, വീണ്ടെടുക്കുകയും ചെയ്യും. രാത്രിയാണ് പസഫിക് സമുദ്രത്തിൽ ഇപ്പോൾ സമയം. അതുകൊണ്ടാണ് ഈ രീതിയിൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തത്സമയ ദൃശ്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇപ്പോൾ കാണാം. ഇതാണ് നേരത്തെ സംഭവിച്ചത്. വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആ ഭൗമാന്തരീക്ഷത്തിൽ നിന്ന് ശേഷം പിന്നീട് താഴേക്ക് വരികയും വേഗം കുറച്ചു കൊണ്ടുവന്ന് ആ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ, ആ ഗ്രീൻ മാർക്ക് ചെയ്ത ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ പേടകത്തെ കാണാം. അവിടത്തേക്ക് ലൈറ്റ് തെളിയിക്കുന്ന വിദഗ്ധരെ നമുക്ക് കാണാം. ആ സമുദ്രത്തിൽ പലയിടങ്ങളിലായി ബോട്ടുകളിൽ കൃത്യമായി തന്നെ വിദഗ്ധർ നേരത്തെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് കൃത്യമായി ഈ പേടകത്തെ റിക്കവർ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. ആ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചിരിക്കുന്നു. അഭിമാന മുഹൂർത്തമാണ്. വിണ്ടിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ അഭിമാന താരങ്ങളായി ഇവർ 4 പേരും മാറുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടേക്ക് കൃത്യമായി നമ്മുടെ റിക്കവറി ടീം എത്തുകയും ആ പേടകം റിക്കവർ ചെയ്ത് കരയിലേക്ക് മാറ്റുകയും ചെയ്യും. അതിനായുള്ള സമയമാണ് ഇനി. കൃത്യമായി ഇത് പേടകം എവിടെയാണ് വീണത് എന്നറിയാനുള്ള ലൊക്കേറ്റിംഗ് സംവിധാനങ്ങളെല്ലാം തന്നെ നേരത്തെ അവിടെ പൂർത്തിയായിരുന്നു. അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക.
ആക്സിയം 4 സ്പ്ലാഷസ് ഡൗൺ ബാക്ക് ഓൺ എർത്ത് എന്ന രീതിയിൽ പുതിയ അപ്ഡേറ്റ് നമ്മൾ ആക്സിയം സ്പേസിന്റെ വെബ്സൈറ്റിൽ കാണുന്നു. അങ്ങനെ ആക്സിയം 4 ദൗത്യം പൂർത്തിയാവുന്നു വിജയകരമായി. 18 ദിവസം നീണ്ട ദൗത്യം പൂർത്തിയാക്കി നമ്മൾ അഭിമാന താരങ്ങൾ ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. അഭിമാനത്തോടെ ആനന്ദാശ്രു പൊഴിക്കുന്ന ശുഭാംശു ശുക്ലയുടെ കുടുംബത്തെ നമുക്കിവിടെ കാണാം. അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ അവിടെ കണ്ണീർ പൊഴിക്കുന്നു. സന്തോഷത്തോടു കൂടി ഇതാ നമുക്ക് കാണാം, ശുഭാംശുവിന്റെ അമ്മയെ കാണാം. വളരെ അഭിമാനകരമായ മുഹൂർത്തം അത് പൂർത്തിയാക്കിയിരിക്കുന്നു ആക്സിയം 4 ടീം. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യക്കാരൻ, 41 വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ, ഈ ഖ്യാതിക്കുടമയായ ശുഭാംശു ശുക്ല നമ്മുടെ അഭിമാനം. അതോടൊപ്പം തന്നെ ഗഗൻയാൻ എന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ ഗഗൻയാൻ എന്ന ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായ ശുഭാംശു ശുക്ല ഇപ്പോൾ മറ്റൊരു ദൗത്യം പൂർത്തിയാക്കി വിജയകരമായി താഴെ എത്തിയിരിക്കുന്നു, ഭൂമിയിൽ എത്തിയിരിക്കുന്നു. വിണ്ണിൽ നിന്നും താരങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആ കാഴ്ചയാണ് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തത്സമയം. ഇപ്പോൾ പസഫിക് സമുദ്രത്തിലെ തത്സമയ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു. നമുക്കവിടെ ബോട്ട് കാണാം. ആ ബോട്ടിൽ ആക്സിയം സ്പേസിന്റെയും നാസയുടെയും വിദഗ്ധർ, സാങ്കേതിക വിദഗ്ധർ എത്തിയിട്ടുണ്ട്. അവർക്കാണ് ഇനി അടുത്ത ഡ്യൂട്ടി. ഈ പേടകത്തെ കൃത്യമായി കെട്ടിവലിച്ച് ഒരു ഷിപ്പിലേക്ക് മാറ്റണം. അതിനായുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്.